നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നൈമിഷാരണ്യത്തിലിരുന്ന് സൂതൻ ശൗനകാദികളായ മഹർഷിമാർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം പറഞ്ഞു കൊടുത്തത് ഏത് കഥയായിരുന്നു? പാണ്ഡവന്മാരുടെ കഥ. പാണ്ഡവന്മാരുടെ അനന്തരഗാമിയാണ് പരീക്ഷിത്ത്. പരീക്ഷിത്തിന് ഒരു ശാപം നേരിട്ടു. ഇന്നൊക്കെ 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്ന്. ശാപഗ്രസ്തനായ പരീക്ഷിത്ത് ഗംഗാനദീ തീരത്ത് വന്നിരുന്നു. അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടി എത്രയോ മഹർഷിമാർ ആ സമയത്ത് അവിടെ എത്തിച്ചേർന്നു. അവസാനം വേദവ്യാസപുത്രനായ ശ്രീശുകനും വന്നു. ശ്രീശുകനെ നമസ്കരിച്ചുകൊണ്ട് പരീക്ഷിത്ത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്തു ചെയ്യണം, എന്തു ചെയ്യരുത്, എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്, ഇതായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിനെ അനുമോദിച്ചുകൊണ്ടാണ് ശ്രീശുകൻ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ ഭജിക്കണം, ഭഗവത് കഥകൾ കേൾക്കണം, ഹൃദയത്തിൽ ഭക്തി വർദ്ധിപ്പിക്കണം. വേദവ്യാസ മഹർഷി ഈയിടെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഭാഗവതം എന്ന്. ഭഗവാന്റെ ലീലാവതാര കഥകളാണ് അതിൽ നീളെ വർണ്ണിച്ചിട്ടുള്ളത്. അത് ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം എന്ന ആമുഖത്തോടു കൂടിയാണ് ശ്രീശുകൻ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നെ ഭഗവാന്റെ മഹിമ വർണ്ണിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചത്, ആ കഥയാണ് വർണ്ണിക്കാൻ തുടങ്ങിയത്. ആദ്യം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചു എന്ന് പറഞ്ഞു. അനേകം ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. അവസാനം മനുഷ്യനെയും സൃഷ്ടിച്ചു. ആ ആദിമ മനുഷ്യനാണ് സ്വയംഭൂരൻ. അദ്ദേഹത്തിനെ ഭൂമിയിൽ ഏറ്റവും വലിയ ഭരണാധികാരിയായി നിയമിച്ചു ബ്രഹ്മാവ്. ഏറ്റവും വലിയ ഭരണാധികാരിയെ മനു എന്നാണ് പറയുക. സ്വയംഭുവ മനു എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി. അദ്ദേഹത്തിന് 2 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. പുത്രിമാരുടെ കഥ പറയ കഴിഞ്ഞു. 2ാമത്തെ പുത്രനായ ഉത്താനപാദന്റെയും അദ്ദേഹത്തിന്റെ വംശപരമ്പരയുടെയും കഥ വർണ്ണിച്ചു കഴിഞ്ഞു. ആദ്യ പുത്രനായ പ്രിയവ്രതന്റെ കഥ ബാക്കിയുണ്ട്. അതാണ് 5ാമത്തെ സ്കന്ധത്തിൽ തുടങ്ങിയത്. പ്രിയവ്രതൻ ചെറുപ്പകാലത്ത് നാരദന്റെ പിന്നാലെ കീർത്തനം പാടി നാമം ചൊല്ലി അങ്ങനെ നടന്നു. വിവാഹപ്രായമായപ്പോൾ അച്ഛൻ ഉപദേശിച്ചു വിവാഹം ചെയ്യണം എന്ന്. വിവാഹം ചെയ്താൽ കുരുക്കിലും കുടുക്കിലും വന്നു പെടും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ധാരണ. അതുകൊണ്ട് അനുസരിച്ചില്ല അച്ഛൻ പറഞ്ഞ വാക്ക്. ഒടുക്കം ബ്രഹ്മാവ് തന്നെ നേരിട്ടിറങ്ങി വന്നു. എന്നിട്ട് ഉപദേശിച്ചു വിവാഹം ചെയ്യണം എന്ന്. ഒരാൾ കുരുക്കിൽ പെടണോ വേണ്ടയോ, എപ്പോൾ കുരുക്കിൽ പെടണം, എപ്പോൾ കുരുക്കിൽ നിന്ന് മോചനം നേടണം, ഇതൊക്കെ തീരുമാനിക്കേണ്ട ആൾ തീരുമാനിച്ചിട്ടുണ്ട്. വിവാഹം ചെയ്തില്ല എന്നതുകൊണ്ട് ഒരാൾക്ക് കുടുക്കുണ്ടാവില്ല എന്നൊന്നുമില്ല. വിവാഹം ചെയ്തവരൊക്കെ കുരുക്കിലാണ്, അങ്ങനെയുമില്ല. അതുകൊണ്ട് നീ വിവാഹം ചെയ്യണം എന്ന് ബ്രഹ്മാവ് നിർബന്ധിച്ചപ്പോൾ പ്രിയവ്രതൻ വിവാഹം ചെയ്യാൻ തയ്യാറായി. അപ്പോൾ 1 അല്ല 2 പെൺകുട്ടികളെ വിവാഹം ചെയ്തു. 2 പത്നിമാരിലായിട്ട് അദ്ദേഹത്തിന് 13 പുത്രന്മാർ ജനിച്ചു. 3 പേര് ചെറുപ്പകാലത്ത് തന്നെ ഇഹലോക വിഷയങ്ങളിൽ വിരക്തന്മാരായിരുന്നു. അവർ സന്യാസിമാരായിട്ട് പോയി. 3 പേര് മന്വന്തരാധിപതികളായിട്ടും പോയി. 7 പേര് അദ്ദേഹത്തോടൊപ്പം അവശേഷിച്ചു. അദ്ദേഹം കുറച്ചു കാലം ഭൂപ്രദക്ഷിണം നടത്തലുണ്ടായി. സൂര്യൻ അസ്തമിച്ചാൽ തേജോമയമായ ഒരു തേരിൽ കയറി ഇങ്ങനെ ഭൂമിക്ക് പ്രദക്ഷിണം ചെയ്യുക. തേർ ചക്രം പതിഞ്ഞ ഭാഗം സമുദ്രമായിട്ട് മാറി. ചക്രങ്ങളുടെ മധ്യഭാഗം ദ്വീപായിട്ടും. കുറച്ചു കാലത്തെ അദ്ദേഹത്തിന്റെ ഈ ഭൂപ്രദക്ഷിണം കഴിഞ്ഞപ്പോഴേക്കും ഭൂമി 7 ദ്വീപുകളും 7 സമുദ്രങ്ങളുമായിട്ട് വിഭജിക്കപ്പെട്ടു. കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്തിനാ ഈ സ്ത്രീകളുടെ കളിക്കുരങ്ങായിട്ടുള്ള ഈ ജീവിതം തുടരണേ? നാരദന്റെ പിന്നാലെ അങ്ങ് നടന്നാലെന്താ? ഒപ്പം ഉണ്ടായിരുന്ന 7 പുത്രന്മാർക്ക് 7 ദ്വീപുകളും അങ്ങ് വിഭജിച്ചു കൊടുത്തു. അദ്ദേഹം വീണ്ടും നാരദന്റെ ശിഷ്യനായിട്ട് നാമം ചൊല്ലി കീർത്തനം പാടി അങ്ങനെ നടന്നു. അദ്ദേഹത്തിന്റെ ആദ്യപുത്രനായിരുന്നു ആഗ്നീധ്രൻ. അദ്ദേഹത്തിനാണ് ജംബു എന്നു പേരുള്ള ദ്വീപ് കിട്ടിയത്. അദ്ദേഹത്തിന് 9 പുത്രന്മാർ ജനിച്ചു. തനിക്ക് കിട്ടിയ ജംബൂദ്വീപ് 9 ഭാഗിച്ചു.
എന്നിട്ട് 9 പേർക്കായിട്ട് വീതിച്ചു കൊടുത്ത് അദ്ദേഹം പൂർവജിത്തി എന്നു പേരുള്ള അപ്സരസിനോടുകൂടി അപ്സരസിന്റെ ലോകത്തിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ആദ്യപുത്രനായിരുന്നു നാഭി. നാഭി മുത്തച്ഛനായ പ്രിയവ്രതനെ പോലെ നല്ലൊരു ഭക്തനും ഒരു നല്ല ശുദ്ധാത്മാവും ആയിരുന്നു. അദ്ദേഹത്തിന് പുത്രൻ ജനിച്ചില്ല. മഹർഷിമാര് അദ്ദേഹത്തിനെ കൊണ്ട് ഒരു പുത്രകാമിഷ്ടി എന്ന യജ്ഞം ചെയ്യിച്ചു. ഭഗവാൻ യജ്ഞശാലയിൽ പ്രത്യക്ഷപ്പെട്ടു. മഹർഷിമാര് വീണ് നമസ്കരിച്ചു. ഞങ്ങൾക്ക് ആവൽഘട്ടങ്ങളിലെങ്കിലും അവിടുത്തെ മാഹാത്മ്യം വർണ്ണിക്കാൻ സാധിക്കുമാറാകണം. പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ ആഗ്രഹമുണ്ട്. ഇദ്ദേഹത്തിന് ഇതേവരെ പുത്രൻ ജനിച്ചിട്ടില്ല. അവിടുത്തെ പോലൊരു പുത്രൻ ഇദ്ദേഹത്തിന് ജനിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം സാധിക്കാതെ വയ്യ. പക്ഷെ എന്നെപ്പോലെ വേറൊരാളുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇദ്ദേഹത്തിന്റെ പുത്രനായിട്ട് വന്നേക്കാം. അതുപോലെ സന്തോഷം എന്ന് മഹർഷിമാരും പറഞ്ഞു. അങ്ങനെ നാഭിയുടെ പുത്രത്വേര ഭഗവാൻ ഋഷഭദേവൻ എന്ന പേരിൽ അവതരിച്ചു എന്നാണ് വർണ്ണിച്ചത്. പിന്നെ ഋഷഭദേവന്റെ കഥ പറയാൻ തുടങ്ങി. ഋഷഭദേവൻ ഇങ്ങനെ വളർന്നു വന്നു. മഹാരാജാവായിട്ട് നാഭിയും അജനായ ഭഗവാനും, അജൻ എന്ന് പറഞ്ഞാൽ ജനിക്കാത്ത ആളെന്നർത്ഥം, അജനായ ഭഗവാനും ഒരുമിച്ച് ഈ പ്രദേശം ഭരിച്ചു. അതുകൊണ്ട് പ്രദേശത്തിന് അജനാഭം എന്ന് പേര് വന്നു. ക്രമേണ ഋഷഭദേവൻ തന്നെ മഹാരാജാവായി തീർന്നു. അജനാഭത്തിൽ എന്തെന്നില്ലാത്ത ഐശ്വര്യം ഉണ്ടായിരുന്നു അക്കാലത്ത്. ദേവേന്ദ്രൻ അജനാഭം കരിച്ചു കളയണം എന്ന് വിചാരിച്ച് കുറച്ചു കാലം മഴ പെയ്യിക്കാതെ കണ്ടിരുന്നു. ഋഷഭദേവൻ തന്റെ യോഗശക്തി കൊണ്ട് കൃത്രിമമായി മഴ പെയ്യിച്ചു. ദേവേന്ദ്രൻ പിന്നെ അജനാഭത്തിൽ നോക്കിയപ്പോൾ പൂർവാധികം ഐശ്വര്യം. ഇനി മത്സരിക്കാൻ പോവണ്ട എന്ന് കരുതി തന്റെ പുത്രിയായ ജയന്തിയെ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഋഷഭദേവൻ ആ ഇന്ദ്രപുത്രിയെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിന് അനേകം പുത്രന്മാർ ജനിച്ചു. അവരൊക്കെ വളർന്നു വന്നു. ഋഷഭദേവൻ ഒരു യജ്ഞം ചെയ്തു. ആ യജ്ഞശാലയിൽ പുത്രന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെ ഉദ്ദേശിച്ച് ലോകത്തിലെല്ലാവർക്കും വേണ്ടി ഒരു നല്ല ഉപദേശം ഋഷഭദേവന്റെ വക. പിന്നെ കുട്ടികളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ മനുഷ്യജന്മത്തിന് എന്താണ് വിശേഷം എന്ന്? നായം ദേഹോ ദേഹഭാജം നിർലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഭുജം യേ. ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം, ഈ ശരീരധർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മതിയോ? മനുഷ്യനായി ജനിച്ചാൽ പോരാ. പക്ഷിമൃഗാദികൾക്കും ഉള്ളതാണ് ഈ ആഹാര നീഹാരാദികളൊക്കെ. പിന്നെന്താണ് മനുഷ്യജന്മത്തിന്റെ വിശേഷം? അതോ തപോദിവ്യം പുത്രകായേന സത്വം, തപസ് ചെയ്യാൻ, ആത്മസാക്ഷാത്കാരം നേടാൻ ഈ മനുഷ്യജന്മത്തിൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ വിലപിടിച്ച ഈ മനുഷ്യജന്മം ഒരിക്കലും പാഴാക്കി കളയരുത്. ഈശ്വരഭജനം ചെയ്യണം എന്ന് തോന്നണമെങ്കിൽ എന്തു വേണം? മഹാത്മാക്കളെ ചെന്ന് നമസ്കരിക്കണം. മഹാത്മാക്കളുടെ അനുഗ്രഹം സമ്പാദിക്കണം. ആരാണ് മഹാത്മാക്കൾ? എല്ലാ സമയത്തും പ്രശാന്തന്മാരായിരിക്കുന്ന ആളുകൾ. അങ്ങോട്ട് ദ്രോഹിച്ചാലും ഇങ്ങോട്ട് ദ്രോഹിക്കാത്തവർ, ദ്രോഹിക്കുന്ന ആളുകളെപ്പോലും സഹായിക്കുന്നവർ. അത്തരം മഹാത്മാക്കളുടെ അനുഗ്രഹം കിട്ടിയാൽ മുക്തിമാർഗം തന്നെത്താൻ തുറന്നു കിട്ടും. നേരെ മറിച്ച് തനി വിഷയികളുമായിട്ടാണ് സംസർഗം നോക്കിയ, എന്നാൽ മുക്തിമാർഗം അടയും. പകരം നരകത്തിന്റെ വാതിലാവും തുറന്നു കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾ പരസ്പരം മത്സരിക്കരുത്, കലഹിക്കരുത്. നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ ശിഷ്യന്മാർക്ക് ഈശ്വരമഹിമ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒരച്ഛൻ സ്വന്തം കുട്ടികൾക്ക് ഈശ്വരമഹിമ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൻ അച്ഛനാവില്ല. ഒരമ്മ സ്വന്തം മക്കൾക്ക് ഈശ്വരമഹിമ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൾ അമ്മയാവില്ല. ഗുരു ശിഷ്യന്മാർക്ക് ഈശ്വരനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൻ ഗുരുവാവില്ല. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എപ്പോഴും ആരും ആരോടും പറയേണ്ടത് ഈശ്വരമഹിമ തന്നെയാണ്. സമുപേത മൃത്യും, ഇതിങ്ങനെ എല്ലപ്പോഴും ഓർമ്മിക്കണം. മരണം ഏത് സമയത്തും വരാം. മരിക്കുന്നതിന് മുമ്പ് ആത്മസാക്ഷാത്കാരം നേടിയിരിക്കണം. ഇത് എല്ലാവരും സ്വയം ഏത് സമയത്തും ഓർക്കണം, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യണം. തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഋഷഭദേവൻ കുട്ടികളെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു. വിരക്തിമാർഗം, ഭക്തിമാർഗം, മുക്തിമാർഗം മൂന്നും ഋഷഭദേവന്റെ ഈ ഉപദേശത്തിൽ കാണാം. ഇതാണ് മേൽപ്പത്തൂർ നാരായണീയത്തിൽ സംഗ്രഹിച്ചത്. വിരക്തി ഭക്തി അന്വിത മുക്തി മാർഗം. ഒറ്റ വരിയിൽ ഋഷഭദേവൻ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ നല്ല ഒരു സന്യാസിയായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ആരോടും അദ്ദേഹം സംസാരിക്കേണ്ടായില്ല. വെള്ളം കണ്ടാൽ കുളിച്ചു എന്ന് വരും, വെള്ളം കണ്ടില്ലെങ്കിൽ കുളിയില്ല. ആഹാരം കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ ആഹാരമില്ല. ഇങ്ങനെ പല ദിവസവും ആഹാരമില്ലാതെ
ഉറക്കമില്ലാതെ കുളിയില്ലാതെ അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ചു. ഇങ്ങോട്ടാരെങ്കിലും സംസാരിക്കാൻ വന്നാലും അദ്ദേഹം സംസാരിക്കില്ല. അങ്ങനെയായിരുന്നു നിർബന്ധം. അങ്ങനെ ആസ്നാന അനാചമന അശൗച കേശോല്ലുഞ്ചനാദീനി പല ദിവസം സ്നാനവും ഇല്ലാതെ കണ്ട് വന്നാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എങ്ങനെയാവും? ചിലർ പറയും, ദേ ഒരു പൊട്ടൻ പോണു, ദേ ഒരു പിശാച് പോണു, ദേ ഒരു ഭ്രാന്തൻ പോണു എന്നൊക്കെ പറയും. ആരെന്ത് പറഞ്ഞാലും അദ്ദേഹം ഒരക്ഷരം അതിനൊന്നും മറുപടി പറയില്ല. ശരീരത്തിനെയല്ല അദ്ദേഹം ഓർമ്മിച്ചുകൊണ്ടിരുന്നത്, പിന്നെയോ ശരീരിയായ ആത്മാവിനെയാണ് അദ്ദേഹം സദാ സ്മരിച്ചുകൊണ്ടിരുന്നത് എന്നർത്ഥം. അങ്ങനെ നടന്ന് കുടകാദ്രിയിൽ എത്തിച്ചേർന്നു. കൊല്ലൂര് മൂകാംബി ഭഗവതിയുടെ സമീപ പ്രദേശത്ത്. അവിടെ വച്ച് വലിയൊരു കാട്ടുതീയ് വന്നു. അദ്ദേഹം ആ തീയിലേക്കെടുത്ത് അങ്ങോട്ട് ചാടി. അനവധി പക്ഷിമൃഗാദികളും കൂടി അദ്ദേഹത്തോടൊപ്പം ആ തീയിൽ ദഹിച്ചുപോയി. അവർക്കും കൂടി ഭഗവാൻ മുക്തി കൊടുത്തു. ഇങ്ങനെ സന്യാസധർമ്മം എന്ത് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഋഷഭദേവനായിട്ട് ഭഗവാൻ അവതരിച്ചത് തന്നെ. ഇത് ഒരു ജൈന സന്യാസ സമ്പ്രദായം ആണ് എന്ന് പറയാം. ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്യാസമുണ്ട്. അത് ഈ സന്യാസം അല്ല. ഗീതോപദേഷ്ടാവിന്റെ ദൃഷ്ടിയിൽ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവകർമ്മ ഫലത്യാഗം ആണ് സന്യാസം. ഋഷഭദേവൻ കർമ്മം തന്നെ തിരിച്ചിരിക്കുന്നു എന്ന വ്യത്യാസം. ഈ കഥ ശ്രീശുകൻ പരീക്ഷിത്തിനെ കേൾപ്പിച്ചിട്ട് അവസാനം ഋഷഭദേവന്റെ മുമ്പിൽ ഒരു നമസ്കാരവും. നമുക്കും ഋഷഭദേവന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ച് അടുത്ത കഥയിലേക്ക് കിടക്കാം. ഋഷഭദേവന്റെ ആദ്യപുത്രനായിരുന്നു ഭരതൻ. ഈ ഭരതൻ രാജ്യം ഭരിച്ചതുകൊണ്ടാണ് ഇന്നും ഈ പ്രദേശത്തിന് ഭാരതം എന്ന പേര് നിലനിൽക്കുന്നത്. മറ്റ് രാജാക്കന്മാരൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ ഭരതനും രാജ്യഭാരം ഏറ്റെടുത്ത ഘട്ടത്തിൽ ഒരു യജ്ഞം ചെയ്തു. മറ്റുള്ളവരുടെ യജ്ഞവും ഭരതന്റെ യജ്ഞവും തമ്മിൽ ലേശം വ്യത്യാസമുണ്ട്. സാധാരണ ഈ യജ്ഞം ചെയ്യുമ്പോൾ ഓരോരോ ദേവന്മാരെ ആഹ്വാനം ചെയ്യുക, ദേവന്മാർക്ക് ഹവിസ് സമർപ്പിക്കുക, ഇന്ദ്രായ സ്വാഹ വരുണായ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ വരുണൻ മുതലായ ദേവന്മാരെ വിളിക്കും. ഇങ്ങനെയാണ് പതിവ്. ഭരതനും അങ്ങനെയൊക്കെ തന്നെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാവനയ്ക്ക് ലേശം വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാ? വിരാട് പുരുഷന്റെ കയ്യായി വർത്തിക്കുന്ന ഇന്ദ്രന് ഞാൻ ഹവിസ് സമർപ്പിക്കുന്നു. വരുണൻ എന്ന് പറഞ്ഞാൽ വിരാട് പുരുഷന്റെ ജിഹ്വയായി വർത്തിക്കുന്ന വരുണന് ഞാൻ ഹവിസ് സമർപ്പിക്കുന്നു. ഈ ഭാവന അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഈ യജ്ഞം കൊണ്ട് അദ്ദേഹം വിരാട് പുരുഷനെയാണ് ഉപാസിച്ചിരുന്നത് എന്നർത്ഥം. അദ്ദേഹം നല്ല ജ്ഞാനിയായിരുന്നു. കുറെ കാലം അദ്ദേഹം രാജ്യം ഭരിച്ചു. രാജ്യഭാരം എന്നത് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഈശ്വര പൂജയായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രന്മാരൊക്കെ വളർന്നു വന്നു. സുമതി ആദ്യപുത്രൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇനി ഈ രാജ്യഭാരം അല്ല നല്ലത്, സന്യാസ ജീവിതമാണ് നല്ലത് എന്ന്. ആദ്യപുത്രനായ സുമതിയെ രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹം പുലഹാശ്രമത്തിലേക്ക് മാറി താമസിച്ചു. അവിടെ അദ്ദേഹത്തിന് പരമാനന്ദമായിരുന്നു. പൂക്കൾ പറിച്ചു കൊണ്ടുവരിക, എന്നിട്ട് ഭഗവാൻ തന്റെ മുമ്പിലുണ്ട് എന്നിങ്ങനെ സങ്കല്പിക്കുക. കയ്യിൽ പൂക്കളെടുത്ത് ഭഗവാന്റെ കേശാദിപാദം ഇങ്ങനെ ധ്യാനിച്ച് മന്ത്രം ചൊല്ലി അർച്ചന നടത്തുക. ഇതായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആരാധനാ സമ്പ്രദായം. ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിന് ഭക്തി ഇങ്ങനെ കൂടിയാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എന്തായി അദ്ദേഹത്തിന്റെ കഥ? ഭക്തിയാകുന്ന സമുദ്രത്തിന്റെ ഉള്ളിൽ അദ്ദേഹം അങ്ങനെ ഊളിയിട്ട് അങ്ങനെ സഞ്ചരിച്ചു. തന്റെ കയ്യിലുള്ളത് പൂവാണ്, താൻ ഇവിടെ ഇരിക്കണത് അർച്ചിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വക കാര്യങ്ങളും കൂടി അദ്ദേഹം മറന്നുപോകും ആ ഭക്തിയുടെ ആധിക്യം കൊണ്ട്. ഇങ്ങനെ മണിക്കൂറുകളോളം കണ്ണടച്ചങ്ങണ്ടിരിക്കും. ചിലപ്പോൾ ദിവസം കഴിഞ്ഞാൽ പോലും അറിയില്ല. അത്രയ്ക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്തി. ഇങ്ങനെ 24 മണിക്കൂറും ഈശ്വരനെ മാത്രം ധ്യാനിച്ച് കഴിഞ്ഞുകൂടിയ അദ്ദേഹത്തിനെ പോലും പ്രാരബ്ധം പിടിച്ചു വലിച്ചു എന്നാണ് പിന്നത്തെ കഥ. ഒരു ദിവസം ഗണ്ഡകി നദിയുടെ തീരത്ത് അദ്ദേഹം ഇരുന്ന് ധ്യാനിക്കാനായിട്ട് ഭാവിക്കുകയായിരുന്നു. അപ്പണ്ട് പൂർണ്ണ ഗർഭിണിയായ ഒരു മാൻപേട അവിടെ വന്നു. ഒരു സിംഹത്തിന്റെ ഗർജനം കേട്ടു. ആ മാൻപേട വല്ലാണ്ട് പേടിച്ചു. ആത്മരക്ഷാർത്ഥം ആ നദിയിലേക്ക് ഒരൊറ്റ ചാട്ടം. ആ പരാക്രമത്തിന്റെ ഇടയ്ക്ക് അതിന്റെ പ്രസവം കഴിഞ്ഞു. അപ്പൊ പ്രസവിച്ച ആ തള്ളമാൻ നീന്തി എങ്ങനെയോ അക്കരെ വരെ എത്തി. എന്നാലും പ്രസവക്ഷീണം കൊണ്ട് അത് ചത്തുപോയി. അപ്പ ജനിച്ച ആ മാൻകുട്ടിയോ വെള്ളത്തിൽ കിടന്നിങ്ങനെ പിടയ്ക്കണത് അദ്ദേഹം കണ്ടു. വേഗം ആ മാൻകുട്ടിയെ കയറി ഇങ്ങോട്ടെടുത്തു, കരയിൽ കിടത്തി തന്റെ വൽക്കലം കൊണ്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് തുടച്ചു കൊടുത്തു.
ആ മാൻകുട്ടിയെ അദ്ദേഹം മാറോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആശ്രമത്തിൽ ചെന്നു. അവിടെ പ്രസവിച്ചു കിടക്കുന്ന പേടമാനുകൾ ധാരാളമുണ്ട്. അതിൽ ഒരു പേടമാനിന്റെ അടുത്ത് അദ്ദേഹം ഈ മാൻകുട്ടിയെ നിർത്തി 4 കാലുമ്മൽ. ആ പേടമാനിന്റെ മുല ഈ മാൻകുട്ടിയുടെ വായിൽ അദ്ദേഹം വെച്ചു കൊടുത്തു. മാൻകുട്ടി മുല കുടിക്കണത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സ് നല്ലോണം കുളിർത്തു. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആ മാൻകുട്ടിക്ക് അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കാറായി. അദ്ദേഹം ഈശ്വരനെ ധ്യാനിക്കാനായിട്ടിരുന്നു. അപ്പം അദ്ദേഹത്തിനൊരു സംശയം, ഈ മാൻകുട്ടി ഇപ്പം ഇവിടെ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, ഇവിടെ ചില കിണറ്, തടാകം, കുളം ഒക്കെ ഉണ്ട്, അതിനെങ്ങാൻ വീണ്ടും വന്ന് വീണാലോ? അദ്ദേഹം ആ മാൻകുട്ടി അങ്ങോട്ട് എടുത്തു, തൻ്റെ മടിയിൽ അങ്ങോട്ട് കിടത്തി. കുറച്ചു നേരം ആ മാൻകുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ മുഖത്തേക്ക് അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ മടിയിൽ കിടന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ആ മാൻകുട്ടിയും ഇങ്ങനെ നോക്കണു. അതിൻ്റെ ആ വയറുമ്മൽ കുറച്ചു നേരം തലോടി ആ വാല് പിടിച്ച് കുറച്ചു നേരം ഇങ്ങനെ ഒഴിഞ്ഞു. കുറച്ചു നേരം ഈ മാൻകുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, അല്ല, ഈ മാൻകുട്ടിയെ എങ്ങനെ കണ്ടോണ്ടിരുന്നാൽ മതിയോ, എണീക്ക് എന്ന് പറഞ്ഞു. അതിനെ പിടിച്ചങ്ങോട്ട് എണീപ്പിച്ചു. വീണ്ടും അദ്ദേഹം ഈശ്വരനെ ധ്യാനിക്കാനിരുന്നു. ഇപ്പൊ ഭഗവാന്റെ മുഖം അദ്ദേഹത്തിന് ഓർമ്മ വരണില്ല. ആ മാൻകുട്ടിയുടെ കൂർത്ത മുഖം ആണ് അദ്ദേഹത്തിന് ഓർമ്മ വരണത്. ഒന്ന് ഫ്രഷ് ആവട്ടെ, ഒന്ന് കുളിച്ചിട്ട് വരാം നിശ്ചയിച്ചു. അദ്ദേഹം ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടു. നദീതീരത്തിലേക്ക് അദ്ദേഹം ചെല്ലുമ്പോൾ ഈ മാൻകുട്ടി പിന്നാലെ. അദ്ദേഹം വെള്ളത്തിലിറങ്ങി. ആ മാൻകുട്ടി ആ നദിയുടെ തീരത്ത് അങ്ങനെ കാത്തു നിന്നു. അദ്ദേഹം സ്നാനമൊക്കെ കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് തിരിച്ചു പോന്നു. അപ്പോഴും ഉണ്ട് ഈ മാൻകുട്ടി പിന്നാലെ. അദ്ദേഹം ചമ്പ്രം പടിഞ്ഞിരുന്നു ധ്യാനിക്കാൻ വേണ്ടിയിട്ട്. മാൻകുട്ടി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിന്നു. അത് ആ വാത്സല്യത്തിന്റെ ശക്തി കൊണ്ട് 2 കൈയും അദ്ദേഹം തലയിൽ അങ്ങോട്ട് വെച്ച് അവിടെ അനുഗ്രഹിച്ചു. സ്വസ്തിസ്ഥാൽ വത്സതയെ സർവദൈതി, നിനക്ക് എന്നും നന്മ വരട്ടെ എന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം. 24 മണിക്കൂറും ഈശ്വരനെ മാത്രം സ്മരിച്ച് കഴിഞ്ഞുകൂടിയ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നിമിഷം ഈശ്വരനെ സ്മരിക്കാനിടയില്ല. മാനിനെ തന്നെ സ്മരിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടി എന്നർത്ഥം. ഇതാണ് പ്രാരബ്ധം എന്ന് വെച്ചാൽ. അദ്ദേഹത്തിന് സ്വന്തം കുടുംബത്തിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളെ ലാളിക്കുകയല്ല നല്ലത്, സന്യാസ ജീവിതമാണ് നല്ലതെന്നും പറഞ്ഞ് ആശ്രമത്തിലേക്ക് പോകുന്നതാണ്. പക്ഷേ ഏതോ കുട്ടിയെ ലാളിക്കുക എന്ന ഒരു പ്രാരബ്ധം അദ്ദേഹത്തിന് പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. സ്വന്തം കുട്ടികളെ ലാളിക്കുന്നതിന് പകരം ഒരു മാനിന്റെ കുട്ടിയെ ലാളിച്ചു എന്ന് മാത്രം. ജീവകാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന് പറ്റിപ്പോയതാണ് ഇത്. എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണം എന്ന് തന്നെയാണ് അധ്യാത്മശാസ്ത്രം പറയണത്. പക്ഷേ സ്നേഹിക്കുമ്പോൾ എങ്ങനെ വേണം? മൃഗത്തിനെ സ്നേഹിക്കുമ്പോൾ മൃഗത്വേന സ്നേഹിക്കരുത്. എല്ലാ ജീവജാലങ്ങളിലുമുണ്ട് ഒരു ഈശ്വരാംശം. ആ ഈശ്വരാംശത്വേന ആണ് അദ്ദേഹം സ്നേഹിച്ചിരുന്നത് എങ്കിൽ അബദ്ധമൊന്നും പറ്റില്ലായിരുന്നു. അതിനു പകരം അദ്ദേഹം ആ മാൻകുട്ടിയെ മൃഗത്വേന തന്നെ സ്നേഹിച്ചു. അദ്ദേഹത്തിന് മരിക്കേണ്ട സമയമായി. ആ മരണസമയത്തും കൂടി അദ്ദേഹം വിചാരിച്ചിരുന്നത് ആ മാൻകുട്ടിയായിരുന്നു. എന്തോർത്ത് മരിക്കണു അതായി ജനിക്കേണ്ടി വരും എന്നാണ് ശാസ്ത്രം. മാനിനെ തന്നെ ഓർത്തോർത്ത് അദ്ദേഹം മരിച്ചു. അതുകൊണ്ട് പിന്നെ അദ്ദേഹം മാനായി ജനിച്ചു. ശരീരം മാനിൻ്റേതാണെങ്കിലും മനസ്സും ബുദ്ധിയും മനുഷ്യൻ്റേത് തന്നെയായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ താൻ ഭരതൻ എന്ന രാജാവായിരുന്നു എന്ന്. എല്ലാ സമയത്തും ഈശ്വരനെ തന്നെ സ്മരിച്ചുകൊണ്ടായിരുന്നു ഈ ജന്മം. ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ ഓടിവരും ആ പുലഹാശ്രമത്തിലേക്ക്. കഴിഞ്ഞ ജന്മത്തിൽ തന്നോടൊപ്പം തപസ് ചെയ്തുകൊണ്ടിരുന്ന മഹർഷിമാരൊക്കെ ഇപ്പോഴും അവിടെ തപസ് ചെയ്തുകൊണ്ട് വർത്തിക്കണു. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരും, അഹോ കഷ്ടം ഭ്രഷ്ടോഹം, എനിക്ക് ഒരധപ്പതനം പറ്റിപ്പോയില്ലോ, ഇനി ഒരു ജന്മം കൂടി വേണ്ടിവരും എന്ന കാര്യം തീർച്ച. അടുത്ത ജന്മത്തിൽ ഈശ്വരനെ മാത്രമേ സ്മരിക്കുള്ളൂ എന്ന് അദ്ദേഹം സ്വയം അവർ തീർച്ചപ്പെടുത്തി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ ജന്മം അവസാനിപ്പിക്കാം എന്ന്. നദീതീരത്ത് അദ്ദേഹം വന്നു. മനസ്സുകൊണ്ട് നല്ലോണം സ്മരിച്ചു, നാരായണായ ഹരയേ നമഃ. എന്നിട്ട് ആ നദിയിലേക്ക് ഒരൊറ്റ ചാട്ടം. അതോടുകൂടി ആ ജന്മവും അവസാനിച്ചു. പിന്നെ അദ്ദേഹം അങ്കിരസിന്റെ ഗോത്രത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിച്ചു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭദ്രകാളിദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പിന്നത്തെ കഥ. നാരായണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.